ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇതിന് മുമ്പിട്ട വീഡിയോയിൽ ഞാനൊരു യാത്രയെപ്പറ്റി നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇന്നത്തെ വ്ളോഗിലൂടെ എൻ്റെ യാത്രയുടെ മെയിൻ ഭാഗങ്ങളെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഹൈദരാബാദിൽ നിന്നും ലണ്ടൻ ഹീത്രൂ വരെയുള്ള യാത്രകളാണ്. അതെ, പുതിയ യാത്ര എന്ന് പറയുന്നത് ലണ്ടനിലേക്കാണ്. അപ്പം ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹൈദരാബാദിലുള്ള എയർപോർട്ടിലേക്ക്. ഇവിടെ നിന്നാണ് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നത്തെ യാത്രയ്ക്ക് കൊണ്ടുവിടാൻ ആളൊക്കെ ഉണ്ടെങ്കിലും അവിടെ നിന്നുള്ള യാത്രയിൽ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് ഫെബ്രുവരി 8-ാം തീയതിയാണ്. ഫെബ്രുവരി 8-ാം തീയതി ഒരു 3-3:30 ആയപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് പോയത്. അത് കഴിഞ്ഞ് 7:30 ആണ് നമ്മുടെ ഫ്ലൈറ്റ്. അപ്പം ഒരു 2-3 മണിക്കൂർ മുന്നേ കയറി നമ്മുടെ ചെക്കിങ് പ്രൊസീജിയറൊക്കെ തീർക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് നല്ല മനോഹരമായ ഹൈദരാബാദ് എയർപോർട്ടാണെങ്കിൽ പോലും ഇതിൻ്റെ ഭംഗിയൊന്നും അന്നേരം എനിക്ക് ആസ്വദിക്കാനായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു. ഒരു സന്തോഷവും സങ്കടവും ഒക്കെ കലർന്ന ഒരു സമ്മിശ്രമായ വികാരത്തിലൂടെയാണ് അന്നേരം കടന്നു പോയത്. അതുകൊണ്ട് തന്നെ എയർപോർട്ട് എന്താണോ അല്ലെങ്കിൽ അവിടെ എന്താണെന്നൊന്നും മനസ്സിലാക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല. പിന്നെ അങ്ങോട്ട് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് അറിയില്ല കേട്ടോ. ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞിട്ടാണ് കുറച്ചെങ്കിലും റിലേ വന്നത്. നമ്മുടെ ഡ്രീമായിരുന്നു ഇങ്ങനെ പോവുക എന്നുള്ളതൊക്കെ. പക്ഷേ ഒരു നിമിഷമെങ്കിലും പതറിയത് ഈ ഒരു ടൈമിലാട്ടോ. പെട്ടെന്ന് തന്നെ ഒരു വിഷമമൊക്കെ വന്ന് പോണമല്ലോ എന്നുള്ളതും എല്ലാവരും മിസ് ചെയ്യുന്നതും ഒക്കെ ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ട് അതിനൊന്നും സമയം കിട്ടിയില്ല കേട്ടോ. ഈ ചെക്കിങ് പ്രൊസീജിയറൊക്കെ ഏകദേശം 2 മണിക്കൂറോളം എടുത്തെങ്കിലും അതിങ്ങനെ എന്താ പറയുക, നമ്മൾ സമയം അറിയാണ്ടുള്ള ഓട്ടത്തിലായിരുന്നു. പിന്നെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ കുറേ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും എല്ലാം നല്ല സ്മൂത്തായിട്ട് തന്നെ കഴിഞ്ഞു കേട്ടോ. അറ്റ് ലാസ്റ്റ് ഒരു 7 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഫ്ലൈറ്റിലേക്ക് കൊണ്ടുപോവുകയാണ്. അതെ, എൻ്റെ ഫസ്റ്റ് ഫ്ലൈ ആട്ടോ ഈ ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പം ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരനുഭവമായിരിക്കും. അതുപോലെ തന്നെ ഈ ഫ്ലൈറ്റ് എന്തൊക്കെ വന്നാലും എൻ്റെ ലൈഫിൽ എപ്പോഴും ഭയങ്കര സ്പെഷ്യലാട്ടോ. അങ്ങനെ ഇതാ ഞാൻ നമ്മുടെ ബ്രിട്ടീഷ് എയർവേസിൻ്റെ ഫ്ലൈറ്റിലാണ് പോകുന്നത്. എൻ്റെ സീറ്റിംഗ് എനിക്ക് അറേഞ്ച് ചെയ്ത് തന്നത് ചേച്ചിയാണ്. ചേച്ചിയെപ്പറ്റി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ആ ഏഞ്ചലിനെ ഈ വീഡിയോ കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഈ വീഡിയോയിൽ ചേച്ചിയെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ബ്രിട്ടീഷ് എയർവേസിൻ്റെ ഫസ്റ്റ് ക്ലാസ് ബിസിനസ് ക്ലാസ് ആണ്. ഇതിലാണ് ചേച്ചി എനിക്ക് വേണ്ടിയുള്ള സീറ്റൊക്കെ അറേഞ്ച് ചെയ്ത് തന്നെ. മുഖത്തെ ഭാവമൊന്നും കണ്ട് ഞെട്ടണ്ട. ആദ്യമായിട്ട് ചോദിച്ച ഡ്രിങ്ക് അല്ലേ എന്ന് വിചാരിച്ച് ഒരു ഓറഞ്ച് ജ്യൂസ് വാങ്ങിയതാണ്. പക്ഷേ അത് എനിക്ക് അങ്ങോട്ട് കഴിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു കേട്ടോ. അപ്പം ബിസിനസ് ക്ലാസ്സിൻ്റെ അനുഭവങ്ങളും അല്ലെങ്കിൽ ഇതിൽ ഒരിക്കലും കയറി അങ്ങനെ പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഭയങ്കര ഒരു സർപ്രൈസ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് നല്ല നല്ല കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്തായാലും തലേദിവസം ഞാൻ കുറച്ച് ഉറക്കമൊക്കെ എനിക്ക് കുറവായിരുന്നു. അപ്പോൾ ഇന്ന് ഉറങ്ങി തീർക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. അപ്പോൾ ഇതാണ് നമ്മുടെ സീറ്റിങ്. ഞാൻ വന്നിരുന്നപ്പോൾ തന്നെ അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ ഒന്ന് അരിച്ച് പെറുക്കുമായിരുന്നു. ഒന്നുമില്ല, ഇതിൽ കുറച്ച് കവേഴ്സൊക്കെ കിടപ്പുണ്ട്. ഞാൻ അതെല്ലാം ഇതിനകത്ത് തന്നെ വെച്ചു. ടി വി ഉണ്ട്, ടി വിയുടെ റിമോട്ട് കണ്ടുപിടിച്ച് തന്നു. അപ്പോൾ ഇനിയിപ്പം വല്ല മൂവിയൊക്കെ കണ്ട് കുറച്ച് നേരം ഇരിക്കാം എന്നുള്ള പ്ലാനിലാട്ടോ. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് ചുമ്മാ നോക്കിയതാണ്. ഇതിനുള്ളിൽ കുറച്ച് കവേഴ്സ് ഉണ്ട്, പേപ്പർ ബാഗ്. അപ്പോൾ അതെല്ലാം തിരിച്ച് അതാത് പൊസിഷനിൽ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ എന്താ പറയുക മാപ്പിലൂടെ കാണാൻ വേണ്ടിയിട്ട് അത് ഓണാക്കിയിട്ടോ. അതൊക്കെ ഇങ്ങനെ ഓണാക്കിയിരിക്കുമ്പോൾ എന്താ പറയുക, ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമായി എന്ന് പറഞ്ഞു. അപ്പം അതിന് മുന്നേ ഒരു ഫിലിം കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഫിലിം കണ്ടുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാമല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ ബ്ലാങ്കറ്റൊക്കെ എടുത്ത് മേത്തൊക്കെ ഇട്ട് വെള്ളം കൊണ്ടു തന്നു. വെള്ളമൊക്കെ വാങ്ങി വെച്ചു. അപ്പം യാത്ര തുടങ്ങി. യാത്ര കറക്റ്റ് 7:20 ആയപ്പോഴത്തേക്കിന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിട്ടോ. ഇവിടെ ഒരു ചെറിയ ലോക്കർ പോലെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വെക്കണമെങ്കിൽ സീറ്റിൻ്റെ സൈഡിൽ തന്നെ അങ്ങനെ ഒരു ലോക്കർ ഉണ്ട് കേട്ടോ. നമുക്ക് അതിനകത്ത് എല്ലാം ഭദ്രമായിട്ട് വെക്കാം. അപ്പം അങ്ങനെ നമ്മളിങ്ങനെ പോവുകയാണ്. ഇത് നമ്മുടെ ക്യാബിൻ്റെ സൈഡിലെ വിൻഡോയാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ പൊക്കിയൊക്കെ വെക്കാം. പക്ഷേ എൻ്റെ തൊട്ടപ്പുറത്തെ സീറ്റിൽ ട്രാവലേഴ്സ് ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ താഴ്ത്തിയാണ് വെച്ചത്. അതിനിടയ്ക്ക് എനിക്കൊരു എന്താ പറയുക, ഒരു കിറ്റ് കൊണ്ട് തന്നു, ടോയ്ലറ്ററി. അതിനകത്ത് ഇങ്ങനത്തെ ഒരു മാസ്ക്, ഐ മാസ്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് സംഭവങ്ങൾ. ഇത് അതിൻ്റെ ഒരു എന്തൊക്കെയാണ് യൂസ് ചെയ്യാനുള്ളത് അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു ചെറിയ ബ്രോഷർ കേട്ടോ. അതിൻ്റെ തൊട്ടിപ്പുറത്ത്
പിന്നെ കുറച്ച് സാധനങ്ങൾ എന്ന് പറയാൻ ഒന്ന് ഒരു ഇയർ പ്ലഗ്ഗാണ്. ഇയർ പ്ലഗിൻ്റെ ആവശ്യം എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴോ ഒക്കെ വെക്കാനാണോ എനിക്കറിയില്ല. ഞാൻ എന്തായാലും അത് യൂസ് ചെയ്തില്ല, അത് അവിടെ തന്നെ വെച്ചു. പിന്നെ അതിനകത്ത് ഉണ്ടായിരുന്നത് 1-2 സ്പാ ഐറ്റംസാണ്. ഒന്ന് ഒരു ലിപ് ബാം കേട്ടോ. ഇതൊരു ലിപ് ബാമാണ്, നല്ല സൂപ്പർ ലിപ് ബാം കേട്ടോ. നല്ല അടിപൊളി സംഭവം. പിന്നെ അതിനകത്ത് ഉണ്ടായിരുന്നത് ഒരു മോയ്സ്ചറൈസർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ ഒരു ഐറ്റം കൂടി ഇതിനകത്തുണ്ട്. അത് ഒരു റിലാക്സിങ് ക്രീം പോലെ എന്തോ സംഭവമാണ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ എന്തൊക്കെയോ 3 സാധനങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. പിന്നെ ഈ കിറ്റിനകത്തുള്ളത്, പിന്നെ അതിനകത്ത് ഒരു എന്താ പറയുക, ബ്രഷും പേസ്റ്റും ഉണ്ട്. അത്രയൊക്കെ തന്നെ ഇതിനകത്തുള്ളൂ കേട്ടോ. പിന്നെ ഞാനിപ്പോൾ മെല്ലെ മെല്ലെ കിട്ടിയ സാധനങ്ങളൊക്കെ ഒന്ന് ഇട്ട് നോക്കിയതാണ്. ലിപ് ബാം ഇട്ട് നോക്കി. ലിപ് ബാം സൂപ്പറാണ്, ഭയങ്കര സോഫ്റ്റാണ്, അടിപൊളി. പക്ഷെ വളരെ കുറച്ചേ ഉള്ളൂ, സിംഗിൾ യൂസിന് പറ്റുന്ന ഒരു സംഭവം കേട്ടോ. ഇതൊക്കെ പറഞ്ഞ് ഇരിക്കുമ്പോഴത്തേക്ക് എൻ്റെ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സ്റ്റാർട്ടർ കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റാർട്ടറായിട്ട് എനിക്ക് തന്നത് കുറച്ച് കട്ട് ഫ്രൂട്ട്സും ഒരു ഫ്ലേവേർഡ് യോഗേർട്ട് ഉണ്ട്, പിന്നെ ഒരു ക്രൊസാൻറ്റും അതിൻ്റെ കൂടെ ഒരു സോൾട്ടഡ് ബട്ടറും ഉണ്ട്. അപ്പോൾ അത്രയൊക്കെ സാധനമാണ് ബ്രേക്ക്ഫാസ്റ്റ്. ചായയും കാപ്പിയും കുടിക്കാത്തതുകൊണ്ട് രാവിലെ തന്നെ കോക്ക് കുടിച്ചുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ കൊക്കക്കോളയാണ് ഇന്ന് രാവിലത്തെ ആദ്യത്തെ ആഹാരം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഫ്രൂട്ട്സ് എനിക്ക് അത്ര ഇഷ്ടമല്ല, പക്ഷേ കഴിച്ചാലേ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് കഴിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു സോൾട്ടും പെപ്പറും അവർ തന്നായിരുന്നു കേട്ടോ. അപ്പോൾ ആ സോൾട്ടും പെപ്പറും ഉള്ളത് കൊണ്ട് എനിക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ കുറച്ച് എളുപ്പമായി. In the midnight glow where the stars align, we lose ourselves in the rhythm divine. Underneath the sky painted with dreams, we're chasing the echoes of silent screams. Caught in the spell of the cosmic night, where fantasies bloom in the pale moonlight. We'll let go of all that we know and dance in the stardust's gentle flow. Dancing in the stardust, we're weightless and free in a world of... ക്രൊസാൻറ്റ് നല്ല സൂപ്പറായിരുന്നു കേട്ടോ. നന്നായിട്ട് ചൂടാക്കി നല്ല സോഫ്റ്റായ ക്രൊസാൻ്റ് ആയിരുന്നു. അതിനകത്ത് ആ ബട്ടറും കൂടെ ആയപ്പോൾ വേറെ ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ഒരു സ്റ്റാർട്ടർ എന്ന് പറയും, അത് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് വന്നിട്ട് എന്നോട് ചോദിച്ചിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് എന്താ വേണ്ടിയത് എന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ദോശ കേട്ടപ്പോൾ ദോശ എന്ന് പറഞ്ഞെങ്കിലും ദോശ എനിക്ക് ശരിക്കും കഴിക്കാൻ പറ്റിയില്ല കേട്ടോ. ഒന്നാമത് വയറ് ഫില്ലായിരുന്നു, പിന്നെ അതിൻ്റെ ആ ഒരു ഫ്ലേവറൊന്നും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനത് കഴിച്ചില്ല. പക്ഷേ ഇത് ഫുള്ള് ഞാൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് വിശപ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് മെയിൻ കോഴ്സ് വന്നത്. അതായത് ഇതിനകത്ത് ഒരു കിച്ചടി ഉണ്ട്, നമ്മൾ എന്താ പറയുക കർണാടകയിലൊക്കെ കഴിക്കുന്ന പോലത്തെ ഒരു കിച്ചടി, കുരുമുളകൊക്കെ ഇട്ടിട്ട് കുറച്ച് സ്പൈസി വേർഷൻ. പിന്നെ പണിയാരം എന്ന് പറയും, അതെനിക്ക് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഒരെണ്ണം കഴിച്ചു. അത് 3 എണ്ണം ഉണ്ട് കേട്ടോ, 2 എണ്ണം സാമ്പാറിന് അടി കിടപ്പുണ്ട്. പിന്നെ ഒരു മസാല ദോശ ഓക്കെ ആയിരുന്നു അത്ര. പിന്നെ എനിക്ക് കഴിക്കാൻ വിശപ്പൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ കേട്ടോ. പിന്നെ 2 ടൈപ്പ് ചട്നി ഉണ്ടായിരുന്നു, മുകളിൽ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ പറ്റുന്ന പോലെയൊക്കെ ഞാൻ കഴിച്ചു. പക്ഷേ ഈ കിച്ചടി ഞാൻ നന്നായിട്ട് കഴിച്ചു കേട്ടോ, അതെനിക്കിഷ്ടമായി. ബാക്കിയൊക്കെ കുറച്ച് വേസ്റ്റ് ചെയ്തു, എന്നാലും എൻ്റെ വയറ് ഫുള്ളായിരുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഇങ്ങനെ ഫിലിമൊക്കെ കണ്ടിട്ടാണ് ഞാൻ കഴിച്ചത്. ഇടയ്ക്ക് ഞാൻ മാപ്പൊക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു ഇത് ഇതിലേക്കാണ് പോകുന്നത്. പ്രത്യേകിച്ചൊന്നും മനസ്സിലാവാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്തു. നല്ല ഉറക്കക്ഷീണമുണ്ട്, കാരണം ഇന്നലെ രാത്രി ഒരു 1:30 കഴിഞ്ഞിട്ടാണ് ഞാൻ ഉറങ്ങിയത്. ഉറങ്ങിയിട്ട് രാവിലെ 3 മണിയായപ്പോൾ എണീറ്റു. 3 മണിയല്ല, 2:30 കഴിഞ്ഞപ്പോൾ തന്നെ എണീറ്റു. ആകെ 1 മണിക്കൂർ കിടന്നു എന്ന് പറയാം, ഉറങ്ങിയിട്ടില്ല. അപ്പോൾ എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു നന്നായിട്ട്. അപ്പോൾ ഞാൻ സീറ്റൊക്കെ അറേഞ്ച് ചെയ്തു, നമുക്ക് ശരിക്ക് ബെഡിൽ കിടന്നുറങ്ങണ പോലെ നന്നായിട്ട് കിടന്നുറങ്ങാം കേട്ടോ. അങ്ങനെ ഞാൻ ബെൽറ്റൊക്കെ ഇട്ടു, ഇനി എങ്ങാനും മറിഞ്ഞ് താഴെ വീണാലോ എന്ന് വിചാരിച്ചിട്ട് ബെൽറ്റൊക്കെ ഇട്ട് കമ്പിളിയൊക്കെ പുതച്ച് കിടന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ നല്ല കൂർക്കം വലിച്ചുറങ്ങി. ഈ കോലം എന്ന് പറയുന്നത് ഞാൻ എണീറ്റതിന് ശേഷം കേട്ടോ. അപ്പോൾ എണീറ്റിട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഉണ്ട് നമ്മുടെ കൊച്ചു കുട്ടികളൊക്കെ എണീറ്റ് വരുമ്പോൾ നമ്മളവരെ സന്തോഷിപ്പിക്കാൻ എന്തെങ്കിലും അടുത്ത് വയ്ക്കില്ലേ, അതുപോലെ ചേച്ചി എനിക്ക് കുറച്ച് ചോക്ലേറ്റ്സും പിന്നെ കുറച്ച് സ്നാക്സും ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടതും ഹാപ്പിയായി. അതായത് ഉറക്കം എണീറ്റപ്പോൾ എനിക്കിങ്ങനെ തോന്നിയായിരുന്നു എന്തെങ്കിലും ഒന്ന് വായിലിടാൻ വേണമെന്ന്. പക്ഷേ ഇതിങ്ങനെ സൈഡിൽ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി. ഇതൊരു പോപ്കോൺ കേട്ടോ, സോൾട്ട് ആൻഡ് സ്വീറ്റ്. പിന്നെ അതുപോലെ കുറേ സാധനങ്ങളുണ്ട് ഇതിനകത്ത്.
ചോക്ലേറ്റ്, ഈ പോപ്കോൺ, പിന്നെ ദാ ഇത് കുറച്ച് എന്താ പറയുക ചിപ്സ്, നല്ല ക്രിസ്പി ആയിട്ടുള്ള സോൾട്ടഡ് ചിപ്സ് ആട്ടോ, പൊട്ടാറ്റോ. പിന്നെ എന്താ ഉണ്ടായിരുന്നേ, പിന്നെ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് റൈസിനും അതുപോലെ തന്നെ കാഷ്യൂസും ഇത് നല്ല ടേസ്റ്റാട്ടോ. കുറച്ച് എന്തൊക്കെയോ മസാലയൊക്കെ ആഡ് ചെയ്ത ടൈപ്പാണ്, നമ്മുടെ നാട്ടിലെ മസാലയല്ല, വേറെ. പിന്നെ ഇത് ഒരു ചെറിയ റൗണ്ട് ബ്രെഡ്, അതും കൊള്ളായിരുന്നു. പിന്നെന്താ, പിന്നെ അങ്ങനെ കുറച്ച് സ്നാക്സൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ചിപ്സാട്ടോ ആദ്യം എടുത്തത്. എനിക്ക് ചിപ്സ് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇങ്ങനെ സൈഡ് ബൈ സൈഡ് ഓരോന്ന് ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് ചെയ്തു. കുറേയൊക്കെ പൊട്ടിച്ചത് തന്നെയായിരുന്നു, പൊട്ടിച്ചൊക്കെ ബാഗിലൊക്കെ വെച്ചു. അങ്ങനെയൊക്കെ കഴിച്ച് ഫിലിമൊക്കെ കുറേ മാറി മാറി കണ്ടു. ബോറടിക്കുമ്പോൾ ഒന്ന് നിർത്തി അടുത്തത് വയ്ക്കും. മലയാളം മൂവി 2 ഉണ്ടായിരുന്നു, പക്ഷേ അത് 2 ഞാൻ നേരത്തെ കണ്ടതുകൊണ്ട് പിന്നെ അത് കാണാൻ വലിയ ഇൻട്രസ്റ്റ് തോന്നിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ചേച്ചി ഇരിക്കുന്ന മറ്റേ ജംപ് സീറ്റിൻ്റെ അടുത്തേക്ക് പോയിട്ടോ. അവിടെ നിന്നുള്ള വ്യൂ, കാരണം എൻ്റെ സീറ്റ് മിറർ സൈഡിലില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് സ്കൈ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഏഞ്ചൽ, കണ്ടോ? ഈ ഏഞ്ചലിൻ്റെ കൂടെയാണ് ഞാൻ ഇന്ന് ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചേച്ചി ഇവിടെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടും ചേച്ചി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നൊക്കെ കേട്ടും ഞങ്ങൾ കുറച്ച് ഫോട്ടോസും സെൽഫിയൊക്കെ എടുത്ത് ചേച്ചിയുടെ സ്റ്റാഫ്സിനെയൊക്കെ പരിചയപ്പെട്ടു. പിന്നെ എല്ലാവരും ഭയങ്കര നല്ല പെരുമാറ്റം, നല്ല സ്നേഹം. ശരിക്കും കുറേ ഫീലിങ്സോടൊക്കെ കയറി ഞാൻ വളരെ റിലാക്സായി, ഭയങ്കര ഹാപ്പി ആയിട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ആ ജംസീറ്റിൻ്റെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ മിററിലൂടെ പുറത്ത് സ്കൈ ഒക്കെ കാണുമായിരുന്നു. നല്ല ഭംഗിയുള്ള കാഴ്ച, പാലൊഴുകുന്ന പോലെയുള്ള കാഴ്ച. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫസ്റ്റ് ഫ്ലൈ ആട്ടോ. ചിലപ്പം ബാക്കിയുള്ളവർക്കൊക്കെ ഇത് വെറും പ്രഹസനമായി തോന്നാം, പക്ഷേ എന്നെ സംബന്ധിച്ച് ഇതെൻ്റെ ഫസ്റ്റ് ഫ്ലൈ ആണ്. അത് ഭയങ്കര മെമ്മറബിൾ വണ്ണായി. പിന്നെ ഇത് ഞാൻ ചുമ്മാ എടുത്താണ്, എന്നാലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് ബാത്റൂം, നല്ല സൗകര്യപ്രദമായ ബാത്റൂം. എല്ലാ സാധനവും ഉണ്ട് എക്സെപ്റ്റ് വെള്ളം. വെള്ളം മാത്രം ഇവിടെ കിട്ടത്തില്ല. അപ്പം ഞാൻ ടോയ്ലറ്റിലൊക്കെ പോയി ഇടയ്ക്ക് ഫ്രഷൊക്കെ ആവുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ, ഫോണിൽ റേഞ്ച് ഇല്ലല്ലോ. അപ്പോൾ പിന്നെ മാക്സിമം നമ്മൾ TV യൂട്ടിലൈസ് ചെയ്തുകൊണ്ടേയിരുന്നു. പാട്ട് കേട്ടു, സിനിമ കണ്ടു, കുറച്ച് ഗെയിംസ് കളിച്ചു, ഇടയ്ക്കിടയ്ക്ക് മാപ്പ് എടുത്ത് ഓണാക്കി നോക്കും. അങ്ങനെയൊക്കെ കുറേ സമയമൊക്കെ കഴിഞ്ഞ് ഒരു ഉച്ചയോടെ അടുത്തപ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും ഒരു ലഞ്ചിന് മുന്നിൽ ഒരു സ്റ്റാർട്ടർ വന്നിട്ടുണ്ട്. ഞാൻ വെജ് മെനു ആട്ടോ ഓർഡർ ചെയ്തത്. അപ്പം വെജ് മെനു ഓക്കെ ആയിരുന്നു. ഈ ബ്രെഡും ബട്ടറും ഓക്കെ, പിന്നെ ബാക്കി ഒന്നിൻ്റെ പേര് പറയാൻ എനിക്കറിയത്തില്ല. എന്നാലും കുറേശ്ശൊക്കെ കഴിച്ചിട്ടോ. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒന്നും ഇതിനകത്തില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ കഴിച്ചോളൂ. ഉച്ചയ്ക്കും ഞാൻ കൊക്കക്കോള തന്നെയാണ് ഓർഡർ ചെയ്തത്. എനിക്ക് വേറെ ഒന്നും പറ്റുന്നത് അതിനകത്തില്ലായിരുന്നു. പിന്നെ ഞാൻ വാങ്ങിയ വെള്ളം എൻ്റെ കയ്യിൽ തന്നെ സേഫായിട്ടിരിക്കുന്നുണ്ടായിരുന്നു. തണുപ്പായതുകൊണ്ടായിരിക്കും വെള്ളം അധികം കുടിച്ചിട്ടില്ല. പിന്നെ കഴിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇതിൽ നിന്നൊക്കെ കുറച്ച് ചിക്കി പെറുക്കി കഴിക്കുന്നുണ്ട്. In the midnight glow where the stars align, we lose ourselves in the rhythm divine. Underneath the sky painted with dreams, we're chasing the echoes of silent screams. Caught in the spell of the cosmic night, where fantasies bloom in the pale moonlight. We'll let go of all that we know and dance in the stardust gentle flow. Dancing in the stardust, we're weightless and free in a world of wonders. Just you and me, lost in the moment. Our spirits ignite as we twirl in the magic of the cosmic light. Among constellations we'll find our way. Through the celestial symphony we'll sway. With every step we leave our cares behind. ഇത്ര നേരം കഴിച്ചെങ്കിലും ഇതൊന്നും തീരുന്നില്ല. ഈ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇതെന്തോ ഒരു മധുരമൊക്കെയാണ്, ഒരു പൈനാപ്പിളൊക്കെ ആയിട്ട്, അത് കൊള്ളാം. അത് ഞാൻ ഫുൾ കഴിച്ചു കേട്ടോ. ബാക്കി സംഭവങ്ങളൊക്കെ വേസ്റ്റാക്കി എന്ന് തന്നെ പറയാം. ഇതെനിക്ക് കഴിക്കാനേ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഈ സംഭവം പനീറാണ്, പൊട്ടറ്റോയിലാണ് തോന്നുന്നു സ്റ്റഫ് ചെയ്തേക്കുന്നത്. കുറച്ച് കഴിച്ചു. പിന്നെ ബട്ടറും ബ്രെഡും ഞാൻ കഴിച്ചു. ബട്ടർ സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് തണുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ജാക്കറ്റൊക്കെ എടുത്തു. ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത തണുപ്പ്. അപ്പോഴത്തേക്ക് എൻ്റെ മെയിൻ ലഞ്ച് വന്നു. അതിലും വീണ്ടും ബ്രെഡുണ്ട്, അതുപോലെ തന്നെ ഒരു റൈസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഒരു നാടൻ തോരൻ, ക്യാരറ്റ്, ബീൻസ്, തേങ്ങയൊക്കെ കൂട്ടിയിട്ടൊരു തോരൻ ഉണ്ടായിരുന്നു. പിന്നെ പൊട്ടാറ്റോ. അപ്പം അതും
എനിക്ക് കുറച്ചേ കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ, എന്തോ വിശപ്പില്ലാത്ത പോലൊക്കെ തോന്നി. അപ്പം ഇതൊക്കെ എങ്ങനെയൊക്കെയോ കഴിച്ചു തീർത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഗിഫ്റ്റായിട്ടൊരു ഷാമ്പെയിൻ തന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു കുപ്പി എൻ്റെ കൈ പിടിക്കുന്നത്. കണ്ടോ, പുള്ളി എനിക്ക് ഷാമ്പെയിനൊക്കെ തന്ന് എന്നെ സന്തോഷിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഷാമ്പെയിനൊക്കെ വാങ്ങി ബാഗിൽ വെച്ചു. അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം ലാൻഡിങ് ടൈമായി. ഈ കാണുന്ന സിഗ്നൽ ഓഫ് ആവുന്നിടം വരെ ബെൽറ്റ് അഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഫ്ലൈറ്റ് ലാൻഡായി. ഞാൻ പൈലറ്റിനെ കാണാൻ വേണ്ടി പോവാട്ടോ. In the midnight glow where the stars align, we lose ourselves. അപ്പോൾ കോക്പിറ്റിലും എൻ്റെ ആദ്യത്തെ അനുഭവമാണ്. എനിക്കറിയില്ല, ചേച്ചിയെപ്പോലെ തന്നെ ഇതിലെ ഓരോ ക്യാബിൻ ക്രൂവും എന്നെ ഒരുപാട് ടേക്ക് കെയർ ചെയ്തിരുന്നു. ഭയങ്കരമായിട്ട് എന്നെ ഹാപ്പി ആക്കിയിരുന്നു, ഭയങ്കര പോസിറ്റീവാക്കി. അങ്ങനെ ഞാൻ ചേച്ചിയുടെ കൂടെ പൈലറ്റ്സിൻ്റെ അടുത്ത് ഇരുന്നു, കുറച്ച് സംസാരിച്ചു. അവർ എനിക്ക് വീഡിയോ എടുക്കാൻ പെർമിഷൻ തന്നു. ഭയങ്കര ഹാപ്പി ആയിട്ടോ. അങ്ങനെ ഞാൻ ബ്രിട്ടീഷ് എയർവേസിൻ്റെ ഫസ്റ്റ് ഫ്ലൈ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയേക്കാണ്. ഇനിയും കുറച്ച് ഇമിഗ്രേഷൻ പ്രോസസ്സൊക്കെ ഉണ്ട്, അതൊക്കെ ക്ലിയർ ചെയ്ത് വെളിയിലേക്ക് ഇറങ്ങണം. ഇപ്പോൾ കുറച്ച് മൂഡ് ഓഫായി വരുന്നുണ്ട് കേട്ടോ, കാരണം എല്ലാവരും നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ലഗേജൊക്കെ കളക്ട് ചെയ്തു, പുറത്തിറങ്ങിയിരിക്കുകയാണ്. എൻ്റെ കസിൻസ് വന്ന് എന്നെ പിക്ക് ചെയ്യണം. അപ്പോൾ അതുവരെ ഞാനും ചേച്ചിയും കൂടി ഇവിടെ ഇരുന്ന് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇതാണ് എൻ്റെ ഫസ്റ്റ് വ്യൂ, അതായത് UK പുറത്തെ ആദ്യത്തെ കാഴ്ചകൾ കേട്ടോ. അപ്പം ഞങ്ങളങ്ങനെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. ഞാനിനി അവരുടെ കൂടെ വീട്ടിലേക്ക് പോവുകയാണ്. ആൻഡ് ഈ കുഞ്ഞിപ്പക്രുവാണ് എന്നെ ആദ്യമായിട്ട് ഹാപ്പി ആക്കിയത്. പെട്ടെന്ന് അവനെ കണ്ടപ്പോഴാണ് ഞാൻ കുറേ റിലാക്സ് ആയത് കേട്ടോ. അപ്പോൾ ഇതാണ് UK എൻ്റെ ട്രാവൽ കാഴ്ചകൾ. ഞാൻ ഇനി ഇവരുടെ കൂടെ വീട്ടിൽ പോവുകയാണ്. ഇനി പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും വരും കേട്ടോ. അപ്പോൾ ഇതാണ് വീട്ടിലെത്തി കഴിഞ്ഞുള്ള ആദ്യത്തെ വീഡിയോ. അപ്പം UK കാഴ്ചകളും കുറേ നല്ല യാത്രാ അനുഭവങ്ങളും കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള ടോപ്പിക്കും ഒക്കെ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. അതൊക്കെ ഞാൻ കണ്ടൻറ്റ് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിലും കുറേ ഒന്നും എനിക്ക് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല. അപ്പം ഒന്ന് ഫ്രീ ആയി കഴിഞ്ഞ്, ഇപ്പോൾ ഫാമിലി ടൈമാണ്, അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ബായ്.